ഹായ് ഫ്രണ്ട്സ്, എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇതാണ് കാച്ചിൽ. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ പഴയ പല ഓർമ്മകളും ഓടിയെത്തിയിട്ടുണ്ടാവും. കുട്ടിനാൾ കുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മയൊക്കെ ഇത് പുഴുങ്ങി വെച്ചിട്ടുണ്ടാവും. അത് ഓടിക്കളിച്ച് ക്ഷീണിച്ചു വരുന്ന ആ ഒരു ആവശ്യതയിലും ആ ഒരു വിശപ്പിലും ഇതൊക്കെ കഴിച്ചിട്ടുള്ള ആ ഒരു രുചി ഓർക്കുമ്പോൾ ഇപ്പോൾ ഏതൊരു നല്ല 5 സ്റ്റാർ ഡിഷസ് കഴിക്കുന്ന രുചിയേക്കാൾ കൂടുതലായി നമ്മുടെ നാവിൻ തുമ്പത്ത് മധുരമൂറുന്ന ഓർമ്മകൾ സമ്മാനിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. സത്യത്തിൽ നമുക്ക് ഈ കാച്ചിൽ കൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. നമുക്കിതുകൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഇതുപോലത്തെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. പിന്നെ പുഴുക്കുണ്ടാക്കാം. കാച്ചിൽ കൊണ്ട് പുഴുക്കുണ്ടാക്കാം. പിന്നെ ചുമ്മാ വെറുതെ ബോയിൽ ചെയ്ത് കഴിക്കാം. മോര് കറി വയ്ക്കാം. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഒരു ഡിഷസൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെജ് ഐറ്റമാണ് കാച്ചിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുന്നത് ഇനി ഇതെങ്ങനെയെന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ഇതുപോലെ പുഴുങ്ങി കഴിക്കാമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇതിൻ്റെ കാച്ചിലിൻ്റെ പുറത്തെ നാരുകളും സ്കിന്നുകളും ശ്രദ്ധയോടുകൂടി അത് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ചെറിയ കഷ്ണങ്ങളാക്കി നേരിട്ട് വെള്ളത്തിലേക്കാണ് ഇടേണ്ടത്. അല്ലാതെ അതിന് കാരണം ഒരു ചെറിയൊരു കളർ വ്യത്യാസം അല്ലെങ്കിൽ നമുക്കത് ഒരു ഫീൽ ചെയ്യും. അപ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇടുക. അതിനുശേഷം നന്നായി വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ്, ചെറുതായി ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാം. മഞ്ഞൾപ്പൊടി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ചേർക്കണ്ട. നമ്മൾ നല്ലൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഈ രീതിയിൽ നമ്മൾ ബോയിൽ ചെയ്ത് കഴിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കണ കാര്യമില്ല. ചെറുതായിട്ട് ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്ത് സാധാരണ കപ്പയൊക്കെ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങി നമ്മൾ ചമ്മന്തി കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ മോരുകറി വയ്ക്കുന്ന രീതിയിൽ കടുകും കറിവേപ്പിലൊക്കെ താളിച്ച് മോരുകറി വയ്ക്കാൻ ഈ കാച്ചിൽ ഉപയോഗിക്കാം. ഈ വാഴക്കുടപ്പം, അതായത് വാഴക്കൂമ്പ്, ബനാന ഫ്ലവറിൻ്റെ കൂടെ ഇത് തോരൻ വെച്ച് ചില ആളുകളുണ്ട്, തൃശ്ശൂർ സൈഡിലൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ സാധാരണ രീതിയിൽ മഞ്ഞൾപ്പൊടിയും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചെറുതായി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചതിന് ശേഷം ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് താളിച്ച് അതിൽ ചെറുതായിട്ട് ചെറുള്ളി ചേർത്തതിന് ശേഷം തീ കുറച്ചതിന് ശേഷം കുറച്ച് കാശ്മീരി മുളക് കൂടി ഇട്ടൊരു താളിച്ചെടുത്ത മെഴുക്ക് പുരട്ടി പോലെയുള്ള ഒരു വിഭവമാണിത്. ചെറുതായിട്ട് എരിവൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഒരുപാട് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. ഇത് അറിയാലോ അല്ലേ? കപ്പപ്പുഴുക്ക്, ചേമ്പിൻ്റെ പുഴുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പുഴുക്ക് ഉണ്ടാക്കാവുന്നതാണ് സാധാരണ രീതിയിൽ തന്നെ. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എൻജോയ്മെൻ്റ് ഒന്നുമില്ല, ഈ ഡിഷസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാച്ചിൽ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത് എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ ഇത് ഉപകാരപ്രദമായെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.